സ്ത്രീകൾ പാടുപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ച് പോകുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ കസ്റ്റഡി നമ്മളെ ഷോപ്പിൽ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേവലം ഒരു ദിവസം മരുന്ന് കുടിക്കും തന്നെ ഈ ബ്ലഡ് പോവുകയും ഇവരുടെ ചൊറിച്ചലിനും എല്ലാം സമാധാനമുണ്ട്. അതിന് ഗുളികയുണ്ട്, മരുന്നുണ്ട്, ഓയിൽമെൻ്റ് ഉണ്ട്. നോർമലാണെങ്കിൽ നമ്മൾ ഈ ഒറ്റമൂലി കഷായം മാത്രം മതി. 70% രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ശക്തിയായ വേദനയും അതിനോടനുബന്ധിച്ച് ഈ പുകച്ചൽ, നിരന്തരമുള്ള പുകച്ചലും മലത്തിൽ കൂടി ബ്ലഡ് പോവുകയും ചെയ്യും. 3 കൊല്ലം അപ്പുറം നമ്മൾ ചെയ്ത ഒരു രോഗിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അപ്പോൾ ആ ഒഴിവാക്കിയ കേസിനെ ഞാൻ 5 ബോട്ടിൽ കഷായം കൊണ്ടാണ് ആ ക്യാൻസർ രോഗം തീർത്തും ഭേദമാക്കി. ആളിപ്പോഴും ഉണ്ട്. ഒരു കാരണവശാൽ മല്ലി, മസാല, ആസിഡ് അടങ്ങിയിരിക്കുന്ന മദ്യം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക. നമസ്കാരം, ഞാൻ കോട്ടക്കൽ ആര്യവൈദ്യശാല വൈദ്യരാണ്, രാഘവൻ വൈദ്യരാണ്. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് എനിക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അൾസർ, പൈൽസ്, മൂലക്കുരു, അതിനോടനുബന്ധിച്ച് ക്യാൻസറുമാണ് ഇത് വരുന്നത്. രാഘവേട്ട, പൊതുവെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. അസുഖങ്ങൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരവസ്ഥ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒന്നെന്ന് പറയുന്നത് ഗ്യാസ് ആണ്. ഗ്യാസ്, പൈൽസ്, അൾസർ, ക്യാൻസർ, ഇതൊക്കെ തമ്മിൽ ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്തരം രോഗങ്ങളെ അല്ലെങ്കിൽ ഇത്തരം അവസ്ഥകളെ എന്താണ് ഇതിന് കാരണം? ഇതിനുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്? ഇതിനെ നമുക്ക് എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ആയുർവേദത്തിലൂടെ സാധിക്കും? ഇത് ഗ്യാസ്, ഈ രോഗങ്ങൾ പറഞ്ഞ രോഗങ്ങളെല്ലാം ഗ്യാസ് കൊണ്ടുണ്ടാകുന്ന. അപ്പോൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം കഴിക്കുന്ന, ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം ഉച്ചയ്ക്ക് തന്നെ കഴിച്ചിരിക്കുക, രാവിലെ കഴിക്കേണ്ടത് രാവിലെ തന്നെ കഴിച്ചിരിക്കുക. അപ്പോൾ ഭക്ഷണത്തിൻ്റെ പോരായ്കയാണ് ഈ ആ ഗ്യാസ് ഉണ്ടാകുന്നത്. ആ ഗ്യാസ് ഉണ്ടാകാൻ കാരണം ഇതാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ്, അൾസർ, അസിഡിറ്റി ഇങ്ങനെ 2-3 ഘട്ടമായിട്ട് ഇത് മാറും. അപ്പം നമ്മൾ ചെയ്യേണ്ട പണിയല്ല കൃത്യമായി ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിൽ യാതൊരു മാറ്റം വരുത്താൻ പാടില്ല. ഭക്ഷണം കഴിക്കാതെ ആൾക്കാരാണ് ഈ ഗ്യാസ് വരുന്നത്. ആ ഗ്യാസിന് 25% നമ്മളെ ശരീരത്തിൽ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചരിച്ചലും പുളിച്ചു തേട്ടലും ഇങ്ങനെ പല അസ്വസ്ഥതകളുണ്ടാകും. അത് 25%-ന് 50% മാറിയാൽ ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ നിന്ന് പുകച്ചലും അതിനോടനുബന്ധിച്ച് വേദന, പിന്നെ ഇല്ലാതെ അസ്വസ്ഥതകളാണ് വയറ്റിലുണ്ടാകുന്നത്. പിന്നെ അത് 70% രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ശക്തിയായ വേദന, അതിനോടനുബന്ധിച്ച് ഈ പുകച്ചൽ, നിരന്തരമുള്ള പുകച്ചലും മലത്തിൽ കൂടി ബ്ലഡ് പോവുകയും ചെയ്യും. പിന്നെ അത് ഒരു 80%, 90% ആയിക്കഴിഞ്ഞാൽ ശക്തിയായ വേദന, അതിനോടനുബന്ധിച്ച് നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ദഹിക്കാതെ പുറത്തോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. അത് 90% ആയിക്കഴിഞ്ഞാൽ സ്ഥിരമായ ബ്ലഡ് വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ശക്തിയായ വേദന, ശരീര തളർച്ച, അത് പിന്നെ നമുക്ക് ഏത് ഭക്ഷണം കഴിക്കാനും താല്പര്യമില്ലാതെ ഒരു അവസ്ഥയിലാണ് വരുന്നത്. പിന്നെ തണുത്ത വെള്ളം കുടിച്ച് ആ രോഗി തന്നെ വളഞ്ഞുകൂടി കിടക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നു. അത് 100% ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ വയറ്റിൽ നിന്ന് പോകുന്നത് വെറും കരിവെള്ളം പോലെ ഇരിക്കും. ഈ കരിവെള്ളം പോലെ തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്കത് ക്യാൻസറിലേക്ക് മാറി എന്നുള്ള കാര്യം ഉറപ്പാക്കാം. ഇത് വരാതിരിക്കാനായിട്ട് ഒരൊറ്റ കാര്യമുള്ള ഒറ്റമൂലി കഷായം, ഉദര രോഗം എന്തുണ്ടോ അതിന് ഒറ്റമൂലി കഷായമാണ് ഞാൻ കൊടുക്കുന്നത്. അത് ഒരു 5 ദിവസം കഴിക്കുമ്പോൾ തന്നെ ആ രോഗത്തിന് ഒരുപാട് ശമനം കിട്ടും. അത് 1 മാസത്തെ കഷായമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് 1 മാസം കഷായം കുടിച്ചു കഴിഞ്ഞാൽ ഏത് അൾസറോ, പൈൽസോ, മൂലക്കുരു എല്ലാം ഉണ്ടാവും. ഇതെല്ലാം മാറുന്നൊരു സംവിധാനമാണ്. അതായത് മലദ്വാരത്തിന് ചുറ്റും കുമളകൾ വരുന്നുണ്ട്, ചൊറിച്ചൽ വരുന്നുണ്ട്, പിന്നെ സ്ഥിരം ബ്ലഡ് പോകുന്നതുകൊണ്ട് ഒരു വഴിക്ക് പോകാൻ തന്നെ നമുക്ക് പറ്റാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാകും. സ്ത്രീകൾ പാടുപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ച് പോകുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ കസ്റ്റഡി നമ്മളെ ഷോപ്പിൽ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേവലം ഒരു ദിവസം മരുന്ന് കുടിക്കും തന്നെ ഈ ബ്ലഡ് പോവുകയും ഇവരുടെ ചൊറിച്ചലിനും എല്ലാം സമാധാനമുണ്ട്. അതിന് ഗുളികയുണ്ട്, മരുന്നുണ്ട്, ഓയിൽമെൻ്റ് ഉണ്ട്. നോർമലാണെങ്കിൽ നമ്മൾ ഈ ഒറ്റമൂലി കഷായം മാത്രം മതി. അത് ഓരോ രോഗിയും നമ്മളേറ്റ് വരുമ്പോൾ ആ രോഗം എത്ര ശതമാനം ബാധിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓയിൽമെൻറ്റോ ഗുളികയെ ഇങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ തന്നെ ആയാലും ഒരു 10-40 കൊല്ലത്തിന് മുന്നേ ഈ കഷായം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആയിരക്കണക്കിന് രോഗികളെ രോഗം മാറിയിട്ടുമുണ്ട്. അതിന് ഗ്യാരണ്ടി തരാം നമുക്ക്. അത് അതിന് ഒരു മുടക്ക് വരുന്ന കഴിഞ്ഞാൽ ഒരു കുപ്പി കഷായത്തിന് നമുക്ക്
അതിന് 500 റുപ്യ മുടക്ക് വരുന്നുള്ളൂ. ഒരു കുപ്പി കഷായത്തിന് 10 ദിവസം ഡോസാണ് ഉണ്ടാകുക. അപ്പോൾ 500 റുപ്യ അതിന് മുടക്ക് വരുന്നുള്ളൂ. ഒരു ഒറ്റ നോർമൽ കേസൊക്കെ ആണെങ്കിൽ ഈ ഒരൊറ്റ കുപ്പി കൊണ്ട് തീരും. അപ്പോൾ രോഗി നമ്മൾ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവർ സംസാരിക്കുമ്പോൾ അവർക്ക് ആ സംസാരത്തിൻ്റെ രീതിയിലാണ് നമുക്ക് എത്ര ശതമാനം ഈ രോഗിക്ക് ആയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏറ്റവും ക്ലൈമാക്സ് എത്തിയാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ക്യാൻസർ ബാധിച്ചാലാണ് ഈ മലദ്വാരത്തിൽ കൂടി വെറും കരിവെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു സംവിധാനം ഉണ്ടാകുക. അപ്പോൾ ശാരീരികമായിട്ട് ഭക്ഷണം കഴിക്കില്ല. അവർ വെറും തണുത്ത വെള്ളം കുടിച്ച് ഒരൊറ്റ കിടത്തം കിടക്കുന്നവരാണ്. ഭക്ഷണം കഴിച്ചാൽ അന്നേരം പോകണം ബാത്റൂമിൽ, പിന്നെ അവിടെ നിൽക്കാൻ നിൽക്കില്ല. ഒരു 10 മിനിറ്റ് കഴിയാനോ അവർ സമ്മതിക്കുകയില്ല. അപ്പോഴത്തേന് തന്നെ ഒഴുകിപ്പോവും. ഈ ഉള്ളു പഴുപ്പുണ്ടാവും, വയറ് മുഴുവൻ ഉള്ളു പഴുക്കുകയാണ്. ഇതെല്ലാം ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു വൻകുടൽ ചെറുകുടൽ തന്നെ നമ്മൾ ദഹിക്കാനുള്ള അമ്ലങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തി പോകും. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മളെ മൃഗത്തിൻ്റെ ദേഹമൊക്കെ ഉണ്ടാകുന്ന ഒരു ഉണ്ണി, അതായത് ബട്ടൺസ് പോലെയുള്ള ഒരു ഉണ്ണിയാണ് ഉണ്ടാകുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ അത് ചുവന്നിട്ടുണ്ടാകുക. അത് ആയിരക്കണക്കിന് മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഈ കൃമിക്ക്. അപ്പം സർജറിയിൽ ചെയ്യുമ്പം അത് വൻകുടൽ കീറിയെടുത്ത് അത് കംപ്ലീറ്റ് ഈ കത്തിക്ക് വടിച്ച് അതുപോലെ തന്നെ പിന്നെ മരുന്നും തൂത്ത് പാക്ക് ചെയ്ത് വരികയാണ്. പക്ഷേ എങ്കിൽ തന്നെ ആയാലും രണ്ടാമത് ഇത് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുട്ടക്ക് ആയിരക്കണക്കിന് മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ കൃമിക്ക്. അപ്പോൾ ആ മുട്ട എവിടെയെങ്കിലും ഒളിച്ച് കിടപ്പുണ്ടെങ്കിൽ അത് രണ്ടാമതും ഒരു കൊല്ലം 1.5 കൊല്ലം കഴിയുമ്പോഴത്തേന് ഈ രണ്ടാമതും ഈ അൾസറും പൈൽസായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആയുർവേദ മരുന്നെന്ന് പറയുമ്പം ഈ പച്ചമരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ മുട്ട കംപ്ലീറ്റ് നിർവീര്യമായി കളയുകയാണ് ചെയ്യുന്നത്. നമ്മളെ വൻകുടലിന് ചെറുകുടലിനെ കറ പിടിപ്പിച്ചുകൊണ്ട് പിന്നെ ആ കൃമിക്ക് ഇത് ഉപദ്രവിക്കാനുള്ള കഴിവ് ഉണ്ടാവില്ല. അത് മലത്തുകൂടെ തന്നെ ആ കൃമി കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതുപോലെ ഒരുപാട് രോഗികൾ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ സാധാരണമായിട്ടുള്ളൊരു രോഗമല്ല ഇത്. കൂടിക്കഴിഞ്ഞാൽ ക്യാൻസറിലേക്ക് മാറി. ക്യാൻസർ തന്നെ നമ്മൾക്ക് അറിയാം 3 കൊല്ലം അപ്പുറേ നമ്മൾ ചെയ്ത ഒരു രോഗിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അപ്പോൾ ആ ഒഴിവാക്കിയ കേസിനെ ഞാൻ 5 ബോട്ടിൽ കഷായം കൊണ്ടാണ് ആ ക്യാൻസർ രോഗം തീർത്തും ഭേദമാക്കി. ആളിപ്പോഴും ഉണ്ട്. വയനാട് തിരുനെല്ലിയിലാണ് അവരെ വീട്. അപ്പോൾ അതാണ് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഈ അവസ്ഥയെ പറയാനുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാതരം ക്യാൻസറും അല്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഉദര സംബന്ധമായ ക്യാൻസർ, കുടൽ ക്യാൻസർ. അതെ അതെ അതെ. ഈ കുടൽ ക്യാൻസറിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഗ്യാസ് ആണെന്ന് പറഞ്ഞല്ലോ. ഗ്യാസ്, നെഞ്ചെരിച്ചൽ, ഇതൊക്കെ ക്യാൻസറിന്റെ ലക്ഷണങ്ങളായേക്കാം. അപ്പോൾ നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കരുത് അതാണ് എൻ്റെ കാര്യം. ഇത്തരത്തിൽ നമുക്ക് ഗ്യാസ് കൊണ്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു മരുന്നോ അല്ലെങ്കിൽ ചികിത്സാ രീതിയോ എന്താണ്? അതിൻ്റെ ഗ്യാസോ പിന്നെ ഇങ്ങനെയുള്ള അനുഭവം നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കോട്ടക്കല ആര്യവൈദ്യശാലയിൽ അടുത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അഭയാരിഷ്ടവും അയമോ ദ്രാവകം കൂടി മിക്സാക്കിയിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ ശല്യം കുറഞ്ഞിരിക്കും. അതല്ലേ അതിൻ്റെ കൂട്ടത്തിൽ കാർമിക്കോട്ട് എന്ന് പറഞ്ഞൊരു കോട്ടക്കലൊരു മരുന്നുണ്ട്. ആ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ തീർത്തും ആ ഗ്യാസിന് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇതിനെല്ലാം കാരണം നമ്മളെ ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആമുഖം. ഓക്കെ. ഇന്നത്തെ കാലത്ത് യുവാക്കളിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നത്, പക്ഷെ പലരും പുറത്തു പറയാൻ മടിക്കുന്ന ഒന്നാണ് പൈൽസ് എന്ന് പറയുന്നത്. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ടും ചൂട് കൊണ്ടും ഒക്കെ കൂടെ വരുന്നതാണ് ഇതാണ് എന്ന് പൊതുവിലൊരു ധാരണയുണ്ട് ആളുകൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിലാണ് ആളുകൾ കരുതുന്നത്. യഥാർത്ഥത്തിൽ പൈൽസ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ രീതിയിൽ ക്യാൻസർ, കുടൽ ക്യാൻസർ വരാൻ ഗ്യാസ് ഒക്കെ ഒരു ലക്ഷണമാണ് എന്ന് പറയുന്നത് പോലെ പൈൽസിന്റെ ഒരു തുടക്കം എങ്ങനെയാണ്? ഇതിനുള്ള ചികിത്സാ രീതി എന്താണ്? അതാണ് ഈ അൾസർ മൂത്താണ് പൈൽസായിട്ട് മാറുന്നത്. അപ്പോൾ ഈ അൾസറോട് അനുബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഈ കൃമി ശല്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മളെ വൻകുടലിലെ അമ്ലങ്ങൾ നഷ്ടപ്പെടുത്തുകൊണ്ട് അത് പിന്നെ വൻകുടലിനെ ഭിത്തി ഈ കൃമി നശിപ്പിക്കും. അപ്പോൾ പയ്യെ കിഴുത്ത വരുമ്പോഴാണ് നമുക്ക് മലത്തിൽ കൂടി ബ്ലഡ് പോകുന്നത്. അത് പഴകിക്കഴിഞ്ഞാൽ ഭിത്തികളെല്ലാം പഴുത്തിട്ട് വലിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്ക് വയറ്റുന്നുണ്ടാകുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ക്യാൻസറിലോട്ടും മാറും. ഇത് ഇങ്ങനെ ഈ രോഗി വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മല്ലി, മസാല, ആസിഡ് അടങ്ങിയിരിക്കുന്ന മദ്യം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനം ഇതിനകത്ത്.
പൈൽസ് വരുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? പൈൽസ് വരുന്ന തന്നെ പലവർക്കും പല ബുദ്ധിമുട്ടുണ്ട്. ഗ്യാസോട് അല്ല, ഈ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കുണ്ടാവും, ശരീരം കൊണ്ട് അധ്വാനിക്കാതെ ആൾക്കുണ്ടാവും. അതുകൊണ്ട് സ്ഥിരം പിന്നെ ഡ്രൈവർമാർക്ക് ഇത് ഉണ്ടാകുന്നു. അതാണ് ഈ പൈൽസ്. കൂടുതലും ചൂടായിട്ട് വരുന്നവർ, കസേലിരുന്ന് ചൂടായിട്ട് വരുന്നവർ, ശരീര ഹീറ്റാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഈ പൈൽസായിട്ട് മാറുന്നത്. അത് കൂടുതലും കോഴി മുട്ടയും കോഴി ഇറച്ചിയുമാണ് ഇതിന് പ്രധാനം. ഇപ്പം ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാം റെഡിമെയ്ഡ് ഭക്ഷണം ആയതുകൊണ്ട് ഇതിനകത്തെല്ലാം കെമിക്കൽ വരുന്നുണ്ട്. ആ കെമിക്കൽ വരുന്നതുകൊണ്ടാണ് ഈ ക്യാൻസറിലോട്ട് മാറുന്നത്. പൈൽസിനുള്ള ഒരു ചികിത്സ അതെങ്ങനെയാണ്? മരുന്നുകളായാലും ചികിത്സ രീതിയായാലും അതിനൊരു പഥ്യം കാര്യം അങ്ങനെയൊക്കെ ഉണ്ടോ? പഥ്യമുണ്ട്. അതിനുള്ള ഒരു കഷായങ്ങളാണ് കൊടുക്കുന്നത്. പൈൽസ് മാറാനുള്ള ഒരു കഷായങ്ങൾ വരുന്നത്. അത് പിന്നെ ആൻകർ എന്ന് പറഞ്ഞ ഓയിൽമെൻറ്റാണ്, നമ്മൾ കമ്പനീൻ്റെ ഓയിൽമെൻറ്റാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ മലച്ചു ചുറ്റിനുള്ള ഈ കുമളകളും ഇങ്ങനെയുള്ളത് ഇത് മാറാൻ കിട്ടാൻ വേണ്ടി അതിന് ഈ ഓയിൽമെൻറ്റ് ഉപയോഗിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ആൻകറിൻ്റെ ഒരു ഗുളികയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പിന്നെ അതിനടെ വെച്ച് കോട്ടക്കൻ്റെ മരുന്നുകളും നമ്മൾ ഇതിനകത്ത് തന്നെ കങ്കയാനം ഗുളിക ചേർത്ത് ചിരുവിലാതി കഷായം കുടിച്ചു കഴിഞ്ഞാൽ ഈ പൈൽസിനെ തീർത്തും ഭേദാക്കാൻ അവരെ കൊണ്ട് സാധിക്കും. സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് കൈകാര്യം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ അസുഖങ്ങൾ വരാതിരിക്കാൻ, അല്ലെങ്കിൽ പൈൽസ് ആയാലും ഗ്യാസിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സമയക്രമം അനുസരിച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. ഈ പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ, അൾസർ പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിത്യജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നിത്യജീവിതത്തിൽ ചെയ്യേണ്ടത് കൂടുതലും മൃഗക്കൊഴുപ്പുകൾ ഒഴിവാക്കുക, സസ്യബുക്കിലേക്ക് നമ്മൾ നീങ്ങുക. സസ്യബുക്കാണ് ഇതിന് ഏറ്റവും വലിയ മെയിനായിട്ടുള്ളത്. അത് നമുക്ക് രാത്രി കിടക്കാൻ നോക്കുമ്പോൾ പിന്നെ അഭയാരിഷ്ടങ്ങൾ അല്ലെങ്കിൽ ജീരകാരിഷ്ടമോ ദശമൂലാരിഷ്ടവും ഇങ്ങനെയുള്ള അരിഷ്ടങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ വളരെ വിജയപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിരുവിലാതി കഷായം ഇതിന് ഏറ്റവും വലിയ ഗുണമുള്ളൊരു മരുന്നാണ്. അത് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. ഇപ്പോഴും ആയുർവേദത്തിൽ വിശ്വാസമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. അവർക്ക് ഈ വൈദ്യം, പാരമ്പര്യ ചികിത്സ എന്ന് പറയുന്നതിലൊന്നും യാതൊരു തരത്തിലും അവർ വിശ്വസിക്കുന്നില്ല. അപ്പം നമ്മൾ മുൻപ് ചെയ്തിരുന്ന വീഡിയോകൾക്കൊക്കെ ഇത്തരത്തിലുള്ള മറുപടി പറയുന്ന ആൾക്കാരുമുണ്ട്, അത്തരത്തിൽ കമന്റ് വരുന്നുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ എങ്ങനെയാണ് അസുഖങ്ങൾ മാറ്റാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ രാഘവേട്ടൻ്റെ ഒരു മറുപടി? ജീവിത സ്റ്റൈൽ തന്നെ മാറ്റുക. അതായത് ഭക്ഷണ സ്റ്റൈലുകൾ, അതാണ് ഇതിന് ഏറ്റവും വലിയ പ്രധാനമുള്ളത്. നമ്മൾ ശരീരം കൊണ്ട് അധ്വാനിക്കുക, നടക്കുക. അതുപോലെ തന്നെ രാവിലെ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ, അതായത് ലഘു ഭക്ഷണങ്ങൾ കഴിക്കുക. അതിനോട് പറഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിലുള്ള മെഡിസിനുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വരാതെ സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇങ്ങനെയുള്ള കഷായങ്ങൾ, അതുപോലെ ഇങ്ങനെ മരുന്നുകൾ, ഇനി ഒന്നുമില്ല ചീരവർഗ്ഗങ്ങൾ, മുരിങ്ങ വർഗ്ഗങ്ങൾ, ഇതെല്ലാം നമ്മൾ കഴിക്കുന്നതിന് നല്ലതാണ്. അതായത് 10 ശരീരത്തിൽ ഒരു ഭാഗമെങ്കിലും പിന്നെ അയോൺ കുറവിഞ്ഞ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ചീരവർഗ്ഗങ്ങൾ മര്യാദ കഴിച്ചാൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരില്ല. അതല്ല പക്ഷേ നമ്മളെ മേൽ മുഴുവൻ വെളുത്ത പാണ്ടും പുള്ളിയായിട്ട് വരുന്ന ഒരുപാട് രോഗികളുണ്ട്. അത് അയോൺ കുറവ് കൊണ്ട് വരുന്നതാണ്. ആ രോഗത്തിന് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല നല്ല ടോണിക്കുകൾ ഞാൻ ചെയ്യുന്ന ഹെമിസി സിറപ്പ്, അത് വളരെ വിജയപ്രദമായ ഒരു ടോണിക്കാണ്. അതായത് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ അവർക്ക് അയോൺ കുറവുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടോണിക്ക്, ഹെമിസി സിറപ്പിൻ്റെ ടോണിക്ക് കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആ കംപ്ലൈൻറ്റ് വരില്ല.